ഹായ്, എല്ലാവർക്കും സ്വാഗതം. നമുക്കെല്ലാവർക്കും ഒരുപാട് തവണ കേട്ട് പരിചയമുള്ള, പക്ഷെ പലപ്പോഴും ശരിക്കും മനസ്സിലാക്കാൻ പാടുപെടുന്ന ഒരു കൽപ്പനയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അതായത് അയൽക്കാരെയും ശത്രുക്കളെയും സ്നേഹിക്കുന്നതിനെക്കുറിച്ചുള്ള ആ സ്വർഗീയ നിലവാരം. ശരി, അപ്പോൾ നമുക്ക് ഇതിലേക്കൊന്ന് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാം. നമ്മുടെ ഈ ഒരു വിശകലനം തുടങ്ങുന്നത് യേശുവിൻ്റെ ഈ ശക്തമായ വാക്കുകളിൽ നിന്നാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ രണ്ട് ആശയങ്ങളെ നേർക്കുനേർ നിർത്തുകയാണ്. ഒന്ന്, നിങ്ങൾ കേട്ടിട്ടുള്ളത്. രണ്ട്, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ ഒരു വ്യത്യാസമാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ആ കൽപ്പനയുടെ ആദ്യത്തെ ഭാഗം നോക്കാം. നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല. ശരിക്കും പഴയ നിയമത്തിൽ തന്നെ വളരെ ആഴത്തിൽ വേരുകളുള്ളൊരു ആശയമാണിത്. നോക്കൂ, ലേവ്യ പുസ്തകത്തിൽ ദൈവം വളരെ വ്യക്തമായി പറയുന്നുണ്ട്, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്ന്. പിന്നെ സദൃശവാക്യങ്ങളിലേക്ക് വന്നാൽ ഒരു യഥാർത്ഥ സ്നേഹിതന്റെയും സഹോദരന്റെയും സ്നേഹത്തെക്കുറിച്ചൊക്കെ പറയുന്നു. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം ക്ലിയർ ആണല്ലേ? നമുക്ക് ചുറ്റുമുള്ളവരെ, നമ്മുടെ അടുത്തുള്ളവരെ സ്നേഹിക്കുക എന്നത് എപ്പോഴും ദൈവികമായ ഒരു നിർദ്ദേശം തന്നെയായിരുന്നു. ശരി, ഇനി നമുക്ക് ആ പഴയ വാക്യത്തിന്റെ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയ ഭാഗത്തേക്ക് വരാം. അതായത് ശത്രുവിനെ പകയ്ക്കുക എന്ന ഭാഗത്തേക്ക്. ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചൊന്ന് സങ്കീർണമാകുന്നത്. അപ്പോൾ നമ്മൾ സ്വയം ചോദിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ശരിക്കും ദൈവം എപ്പോഴെങ്കിലും നിന്റെ ശത്രുവിനെ പകയ്ക്കാൻ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ടോ? അതിനുള്ള ഉത്തരം ഇല്ല എന്നതാണ്. ശത്രുവിനെ പകയിക്കുക എന്ന ഒരു വാചകം പഴയ നിയമത്തിൽ ഒരിടത്തും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല. ഇത് കേൾക്കുമ്പോൾ ഒരു ഞെട്ടലുണ്ടല്ലേ? കാരണം ഇത് ദൈവത്തിന്റെ കൽപ്പനയായിരുന്നില്ല, മറിച്ച് മനുഷ്യരുടെ ഒരു കൂട്ടിച്ചേർക്കലായിരുന്നു. ഈ സ്ലൈഡ് നോക്കിയാൽ ആ വ്യത്യാസം ശരിക്കും മനസ്സിലാവും. ദൈവം എന്താണ് പറഞ്ഞത്? അയൽക്കാരനെ സ്നേഹിക്കണം, വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ മറ്റു ജനതകളിൽ നിന്ന് വേറിട്ട് നിൽക്കണം, പിന്നെ വിദേശികളോട് നീതിയോടെ പെരുമാറണം. പക്ഷെ മനുഷ്യന്റെ പാരമ്പര്യം എന്തു ചെയ്തു? അതിനെ സിമ്പിളാക്കി അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ വെറുക്കുക എന്നാക്കി മാറ്റി. അതായത് ദൈവം ഒരിക്കലും പറയാത്തൊരു ഭാഗം അവർ സ്വന്തമായി കൂട്ടിച്ചേർത്തു. അപ്പോൾ ഈ ഒരു തെറ്റിദ്ധാരണയെയാണ് യേശു തിരുത്തുന്നത്. എന്നിട്ട് അതിലും ഉയർന്ന പുതിയൊരു നിലവാരം നമുക്ക് മുന്നിലേക്ക് വെക്കുന്നു. ഇതാണ് ഇതിലെ ഏറ്റവും നിർണായകമായ പോയിന്റ്. യേശു നമ്മളെ വിളിക്കുന്നത് വെറും സുഹൃത്തുക്കളെയും നമ്മളോട് നന്നായി പെരുമാറുന്നവരെയും മാത്രം സ്നേഹിക്കാനല്ല, അതിനുമപ്പുറമുള്ള ഒരു സ്വർഗീയ നിലവാരത്തിലേക്കാണ്. ഇതൊരു വെറും നിർദ്ദേശമല്ല, യഥാർത്ഥ സ്നേഹം എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ഒരു പുതിയ അളവുകോലാണ്. അപ്പോൾ ശത്രുവിനെ പകയ്ക്കുക എന്നുള്ളത് ഒരു മിഥ്യാധാരണയാണെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ. ആ ഒരു അറിവോടെ യേശുവിൻ്റെ ഈ വാക്കുകൾക്ക് ഇപ്പോൾ കൂടുതൽ ശക്തിയുണ്ട്. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. ഇത് കേൾക്കാൻ നല്ല രസമുണ്ട്, പക്ഷേ ഇത് പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ അത് അത്ര എളുപ്പമല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതിൽ നിന്ന് എങ്ങനെ ചെയ്യാം എന്നതിലേക്ക് നമുക്ക് കടക്കാം. ഇവിടെ വെറുതെ സ്നേഹം അഭിനയിക്കുന്നതിനെക്കുറിച്ചല്ല പറയുന്നത്. നമുക്ക് എത്ര ബുദ്ധിമുട്ടായി തോന്നുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആത്മാർത്ഥമായ സ്നേഹത്തെക്കുറിച്ചാണ് യേശു സംസാരിക്കുന്നത്. ശത്രുവിനെ എങ്ങനെ സ്നേഹിക്കാം എന്നതിന് ബൈബിൾ തന്നെ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ തരുന്നുണ്ട്. നിന്റെ ശത്രുവിന് വിശക്കുന്നു എങ്കിൽ അവന് ഭക്ഷിപ്പാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക. ഇതാണ് ആക്ഷനിലുള്ള സ്നേഹം. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ എന്താണ് യഥാർത്ഥ സ്നേഹം? അതൊരു ഫീലിംഗ് മാത്രമല്ല, മറിച്ച് ചില പ്രവൃത്തികളാണ്. നല്ല വാക്കുകളിലൂടെ അവരെ അനുഗ്രഹിക്കുക, സാധിക്കുമ്പോഴൊക്കെ സഹായിക്കുക, പിന്നെ അവരുടെ നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ ഒരു ചോദ്യം വരുമല്ലേ? അസാധ്യമെന്ന് തോന്നുന്ന ഇതൊക്കെ ചെയ്യാനുള്ള ശക്തി നമുക്കെവിടെ നിന്ന് കിട്ടും? അതിൻ്റെ രഹസ്യം ഇതാണ്. ഈ യഥാർത്ഥ സ്നേഹം നമ്മൾ സ്വന്തമായി ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നല്ല. അത് നമുക്കുള്ളിൽ വസിക്കുന്ന ക്രിസ്തുവിൽ നിന്ന് വരുന്ന ഒന്നാണ്. നമ്മുടെ സ്വന്തം കഴിവിലല്ല, ആ ദൈവികമായ ഉറവിടത്തിലാണ് ഇതിൻ്റെ ശക്തി ഇരിക്കുന്നത്. ഫിലിപ്പിയർ പറയുന്നത് പോലെ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഈയൊരു വാക്യം മാത്രം മതി നമുക്ക് ധൈര്യം തരാൻ. എത്ര പ്രയാസമുള്ള കൽപ്പനയാണെങ്കിലും വിശ്വാസത്തിലൂടെ അത് സാധ്യമാകും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എങ്ങനെ നമ്മുടെ ഡെയിലി ലൈഫിൽ പ്രാവർത്തികമാക്കാം? അതിനൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് നമുക്ക് നോക്കാം. സ്റ്റെപ്പ് 1, പ്രാർത്ഥനയിൽ തുടങ്ങുക. എല്ലാ ദിവസവും അവർക്ക് വേണ്ടി, അവരുടെ നന്മയ്ക്കു വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. 2, വാക്കുകൾ ശ്രദ്ധിക്കുക. ശപിക്കുന്നതിനും കുറ്റം പറയുന്നതിനും പകരം അവരെ അനുഗ്രഹിക്കാൻ ശ്രമിക്കുക, അതെത്ര ബുദ്ധിമുട്ടാണെങ്കിലും. 3, ദയയോടെ പെരുമാറുക. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്യുക. 4, പ്രതികാരം വേണ്ടേ വേണ്ട, നീതി നടപ്പാക്കുന്നത് ദൈവത്തിന് വിട്ടുകൊടുക്കുക. 5, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ആരോഗ്യപരമായ അതിരുകൾ സ്ഥാപിക്കുക. സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവർ നമ്മളെ ദ്രോഹിക്കുന്നത് അനുവദിക്കുക എന്നല്ല അർത്ഥം. പിന്നെ അവസാനമായി സ്റ്റെപ്പ് 6, ക്ഷമയോടെ ഇത് പരിശീലിക്കുക.
ഇതൊരു സ്കിൽ പോലെയാണ്. കാലക്രമേണ ഈ പരിശീലനം നമ്മുടെ ഹൃദയത്തെ രൂപപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ വിശകലനം അവസാനിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്കായി ഒരു ചോദ്യം നൽകുകയാണ്. തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ ഒരു പഠിപ്പിക്കൽ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ സമൂഹത്തിലും എങ്ങനെയുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നൊന്ന് ചിന്തിച്ചു നോക്കൂ.